അവന്തിയടുത്തേക്ക് അറിയാം എന്ത് പറഞ്ഞാലും നീ ഇതിന്ന് പിന്മാറുക എന്ന്. ആ മർമ്മത്തെ തന്നെ അവരടിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇതിൽ ജയപരാജയങ്ങളുടെ കണക്കില്ല ചേച്ചി. രക്തബന്ധങ്ങളുടെ സ്നേഹമുള്ളൂ. സന്ദീപിനെ സ്നേഹിക്കുന്നതും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും എന്റെ മാത്രം കാര്യം. അത് മറ്റുള്ളവരുടെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കരുത്. നിനക്ക് സന്ദീപിനെ അത്ര എളുപ്പം മറക്കാൻ കഴിയുമോ? അതിരെ അവന്റെ സ്നേഹം കണ്ടില്ലെന്നടിക്കാൻ പറ്റുമോ? ചേച്ചിയുടെ ഈ ചോദ്യങ്ങൾക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു പ്രസക്തിയില്ല. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ചേച്ചി ഇനി എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത്. വല്ലാത്തൊരു ധൈര്യം സംഭരിച്ച ഞാൻ ചേച്ചിയുടെ മുന്നിൽ നിൽക്കുന്ന. ഓരോന്ന് ചോദിച്ചും പറഞ്ഞും എന്റെ ധൈര്യം കളയരുത്. ഇനി എനിക്ക് സന്ദീപിനെ കാണണമെന്ന് പോലുമില്ല. ചേച്ചി സന്ദീപിനോട് പറഞ്ഞേക്കണം, അവനെ സ്നേഹിച്ചിരുന്ന ആതിര ഇനി അവന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന്. അനക്കയോടൊപ്പം ഒരു ജീവിതത്തിന് തയ്യാറെടുക്കാനും പറയണം. മോളെ, അപ്പൊ അവന്തികടുത്തി രണ്ടും കൽപ്പിച്ചാണ്. ജീവൻ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ. അവന്തികടുത്തി അർച്ചനയുടെ ജീവൻ പോയാലും സന്ദീപും ആതിരയും തമ്മിലുള്ള വിവാഹം അർച്ചന നടത്തിക്കൊടുക്കും. അർച്ചന, അർച്ചന, അർച്ചന. എന്താ സച്ചേട്ടാ? അർച്ചന എവിടെടി? മോളിലാണോ? അത് സച്ചേട്ടാ എടുത്തിടെ വീട് വരെ പോയിരിക്കുവാ. സച്ചേട്ടാ എന്തോ അത്യാവശ്യത്തിന് പോവാണെന്ന് ഏട്ടത്തി പറഞ്ഞേ. ചിലപ്പോ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമായിരിക്കും. അർച്ചന ചെയ്യുന്നതിന്റെ വക്കാലത്ത് നീ ഏറ്റെടുക്കണ്ട. സച്ചേട്ടാ നടക്കില്ല. നീ എന്ത് പറഞ്ഞാലും നടക്കില്ല. എന്ത് സാവകാശം നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല അനുബേട്ട, അവളുടെ ഇഷ്ടം തന്നെ നമുക്ക് നടത്താം. ആതിരയുടെ ഇഷ്ടം അവള് പറഞ്ഞു കഴിഞ്ഞല്ലോ. നീയും കേട്ടതല്ലേ? ഇതിന്റെ മറുപടി ഞാൻ പറയണോ അതോ നീ തന്നെ പറയോ? അവള് തലകുനിച്ച് കണ്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സന്ദീപ് ആതിരയെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ അറിയൂ. അതൊരു വിവാഹത്തിലേക്ക് എത്താൻ കുറച്ച് സമയം വേണ്ടി വരും. അത്രയും സമയം തരാൻ പറ്റില്ല എന്നാ ഞാനും പറയുന്നത്. വീണ്ടും വീണ്ടും അവൾക്ക് പ്രതീക്ഷകൾ കൊടുത്ത് അവളെ അങ്ങനെ ഒരു കോമാളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യം അനൂപേട്ടനൊന്ന് സമാധാനപ്പെട്. അർച്ചന എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇവളൊന്ന് പറയട്ടെ. അനൂപേട്ടനെ പോലെ തന്നെ സ്ഥാനം ആതിരയുടെ മേൽ അർച്ചനയ്ക്ക് ഉള്ളതല്ലേ? അപ്പൊ അവളുടെ കാര്യത്തിൽ അർച്ചനയ്ക്ക് ഉത്തരവാദിത്തം ഇല്ലാതിരിക്കോ? മതി ഉപദേശവും സൈഡ് പിടിക്കലും ഒക്കെ. ആർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഞാൻ നടക്കില്ല എന്ന് പറയുന്ന കാര്യം നടക്കില്ല, അത്ര തന്നെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അമ്പിനും മില്ലിനും അടുക്കാത്ത ആളോട് ഞാനിനി ഒന്നും പറയുന്നില്ല. ദേ ഇങ്ങ് വന്നേ. എന്റെ പൊന്നു കൊച്ചേ, നീ വളർന്ന് വലുതാവുമ്പോ ആരെയും കയറി സ്നേഹിച്ചേക്കല്ലേ. വേറെ ആർക്കും ഇല്ലാത്തൊരു സ്പെഷ്യൽ തന്തയാ നിനക്കുള്ളത്. ദേ ആതിരെ, നിന്റെ ഒരു സ്വപ്നവും നടക്കാൻ പോകുന്നില്ല. അത് നീ ഈ വീട്ടിൽ ജനിച്ചു പോയതുകൊണ്ടാ. ഇങ്ങോട്ട് വാടി. അനൂപേ, നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനൊരു പ്രശ്നം നടന്നില്ലായിരുന്നെങ്കിൽ ആതിരയുടെ വിവാഹം നടത്താൻ നീ ഇത്രയ്ക്ക് ധൃതി കാണിക്കുമായിരുന്നു? എടാ, നിനക്ക് ആരോടെ ഇത്രയ്ക്ക് ദേഷ്യം? ഞങ്ങളോടോ അതോ അച്ഛനോടോ?
എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ലമ്മേ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയല്ലത്. മൂത്തവൾ ആ വീട്ടിലേക്ക് പോയതിന്റെ മനസ്താപം ഇതുവരെ മാറിയിട്ടില്ല എനിക്ക്. അപ്പോഴടുത്തത് മൂത്തവളെ സ്നേഹിച്ച് ഒളിച്ചോടി പോയതൊന്നും അല്ലല്ലോ അനുപേട്ട. അനുപേണ്ണ ഉൾപ്പെടെയല്ലേ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. നിങ്ങളെന്താ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതെ, നിങ്ങളെന്താ രണ്ടുപേരും അവിടെ ഇവിടെയും തൊടാതെ വർത്താനം പറയുന്നത്? ആ അതൊന്നുമില്ലമ്മ. അനുപേണ്ണ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതിനൊരു വ്യക്തത കൊടുത്തുന്നേ ഉള്ളൂ. അനുപേട്ട, ഞാൻ പറയുന്നൊന്ന് ക്ഷമയോടെ കേക്ക്. സന്ദീപിനെ ആദരയും ഒരു തരത്തിലും നമുക്ക് പിരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏട്ടനൊന്ന് ആദ്യം മനസ്സിലാക്ക്. നമ്മൾ എതിർക്കും തോറും അവർക്ക് രണ്ടുപേർക്കും വാശി കൂടെയുള്ളൂ. ആ വാശിപ്പുറത്ത് സന്ദീപ് വന്ന് ആതിരെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാ അപ്പോൾ ഉണ്ടാവുന്ന നാണക്കേട് ഇപ്പോൾ ഉള്ള അനുപേണ്ട ദേഷ്യത്തെക്കാളും കൂടുതലായിരിക്കും. അവളങ്ങനെ ചെയ്യും. ചെയ്യില്ലെന്ന് ഏട്ടന് ഉറപ്പുള്ളതുപോലെ ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. സന്ദീപ് തല്ലുകൊള്ളുന്ന കണ്ടപ്പോ അനുപേണ്ണും സച്ചേണ്ണും തമ്മിൽ തർക്കം ഉണ്ടായപ്പോ അതിനൊരു പരിഹാരമായി ആതിര പറഞ്ഞതാ സന്ദീപിനെ വേണ്ടാന്ന്. അവളെ ധൃതി പിടിപ്പിച്ച് മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ അവൾക്കത് സന്തോഷം കിട്ടുന്ന ബന്ധമായിരിക്കുമെന്ന് ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്റെ കാര്യത്തിലെ മനസ്താപം അവളുടെ കാര്യത്തിലുണ്ടാവും. മറ്റൊരു ജീവിതം അവൾ സമ്മതിച്ചാലും അതവൾക്ക് തോര കണ്ണീരായി മാറുകയുള്ളൂ. മോളെ, നീ എന്താ പറഞ്ഞു വരുന്നത്? സാവകാശം കിട്ടിയ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ? പറ്റും. അവിടുത്തെ അച്ഛനെ വയ്യാത്ത അവസ്ഥയാ. അദ്ദേഹം തീരുമാനിച്ചൊരു കാര്യം പെട്ടെന്ന് ചോദ്യം ചെയ്യുമ്പോൾ കൊടുത്ത വാക്കിന്റെ പേരിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. മാത്രമല്ല, അനക്ക് ആ വീട്ടിലെ തന്നെ പെൺകുട്ടിയാ, ആ കുടുംബത്തിലെ മൂത്ത മരുമകളുടെ അനിയത്തി. അപ്പോ എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ കുറച്ച് സമയം വേണ്ടിവരും. അതാ ഞാൻ പറയുന്നത്. മോളെ, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ആതിരയുടെ ആഗ്രഹത്തിനൊത്തൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ കുറച്ച് സാവകാശം എടുത്താലും വേണ്ടില്ല. നീ ഇനി ആരുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട. ആരുടെന്ന് ഞാൻ പറഞ്ഞത് എന്റെ മോനെയും കൂടി ചേർത്താ. അതെ മോളെ. അല്ലെങ്കിൽ എന്ത് കാര്യം മനസ്സിലാക്കണമെങ്കിലും യവന് കുറെ സമയം വേണ്ടി വരും. മോൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് മോള് ചെയ്യുക. നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. എല്ലാം കൂടെ കണ്ടും കേട്ടും ചിലപ്പോഴൊക്കെ അവനെ നിയന്ത്രിക്കാൻ അവന് തന്നെ കഴിയുന്നില്ല. ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മോളെ. കമലേ, അർച്ചന മോള് വിചാരിച്ച പോലെയൊക്കെ നടക്കാൻ നീയും കൂടെ പ്രാർത്ഥിക്കണം. ഈ വിവാഹം നടത്താൻ അവൾ എന്തു വഴിയാ കണ്ടേക്കെന്നറിയില്ലല്ലോ. നമുക്കിവിടുത്തെ കാര്യങ്ങളല്ലേ മാഷെ അറിയൂ. അവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് അച്ഛമ്മക്കല്ലേ അറിയൂ. സാഹചര്യം ഒത്തുവരുമ്പോ അവൾ എന്താന്ന് വെച്ചാ ചെയ്തോളൂ.
പോയി ഡോക്ടറെ ഒന്ന് വിളിച്ചോണ്ട് വാ പെട്ടെന്ന്. സച്ചേട്ടാ, സംസാരമൊക്കെ വീട്ടിൽ ചെന്നിട്ട് അതെന്താ വണ്ടി കയറി? സച്ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ സച്ചേട്ടൻ്റെ വാക്ക് ധിക്കരിച്ചതാണെന്ന് കരുതരുത്. രാവിലെ അനൂപെന്നെ വിളിച്ചപ്പോൾ ഇവിടെ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി. അതാ ഞാൻ ഇവിടെ വരെ വന്നിട്ട് വേഗം തിരിച്ചു വരാമെന്ന് കരുതി ഒന്ന് വിളിച്ചു പോലും പറയാതിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഊഹിച്ചതുപോലെ തന്നെ പ്രശ്നങ്ങളാണ് മുഴുവനും. അതാ ഞാൻ തിരികെ വരാതിരുന്നതും. അർച്ചന, തന്നോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. അങ്ങനെ അരുതെന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറയണമെങ്കിൽ ഞാൻ ആദ്യം നല്ലൊരു ഭർത്താവണം. അങ്ങനെ നമുക്കിടയിൽ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധമില്ല. പിന്നെ ഇന്ന് ഞാൻ തന്നെ വിലക്കിയത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ സന്ദീപൻ്റെ കാര്യം പറയാനും അവന് വേണ്ടി വക്കാലത്ത് പറയാനും താൻ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാ. നമുക്കിടയിലുള്ളത് നമ്മുടെ മാത്രം പ്രശ്നം. ബാക്കിയുള്ളവരുടെ മുമ്പിൽ താൻ എൻ്റെ ഭാര്യ. എൻ്റെ അനിയന് വേണ്ടി വാദിക്കാൻ ഞാൻ എൻ്റെ ഭാര്യയെ പറഞ്ഞു വിട്ടുവെന്ന് ഇവിടെ ആർക്കും തോന്നരുതെന്ന് ഞാൻ കരുതി. അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല സച്ചേട്ടാ. സച്ചേട്ടൻ അകത്തേക്ക് വാ. ഇല്ല, ഞാൻ പോവാ. താൻ എൻ്റെ കൂടെ വാ. സച്ചേട്ടാ. മോനെ സച്ചി, മോനെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വാ. ഞങ്ങൾക്കറിയാം ഇന്നലെ നടന്ന സംഭവത്തിൽ മോന് ഞങ്ങളോടൊക്കെ ദേഷ്യമാണ്. എല്ലാം എൻ്റെ അനൂപിൻ്റെ തെറ്റാ. കുറേ നാളുകൊണ്ട് അവൻ അങ്ങനെ തന്നെയാണ്. മോനതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. വാ. എന്നാലും രാത്രി ഇതുവരെ വന്നതല്ല മോനെ. 1-2 ദിവസം നിന്നിട്ട് പോയാ പോരെ? സച്ചേട്ടാ, അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമല്ലേ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. ഞാൻ പോകുന്നു. താൻ വേണമെങ്കിൽ ഇവിടെ എനിക്ക്. സച്ചേട്ടാ, ഞാനും സന്ദീപും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ആ പ്രശ്നങ്ങളൊന്നും എൻ്റെ കുടുംബത്തെയോ എൻ്റെ കുടുംബക്കാരെയോ ബാധിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ചേച്ചി ആ കുടുംബത്തിലെ ഒരു അംഗമാണ്. അതുപോലെ തന്നെ സച്ചേട്ടനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഞാൻ കാരണം ഈ വീട്ടിൽ കയറാതെ പോകുന്നതും ഇവിടെ ഉള്ളവരോട് പിണങ്ങിയിരിക്കുന്നതും എനിക്ക് സഹിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഇനിയും ഞാൻ കാരണം എൻ്റെ വീട്ടിലുള്ളവർ വിഷമിക്കരുത്. അതിപ്പോൾ എന്തിൻ്റെ കാര്യത്തിലായാലും. ഞാൻ പറഞ്ഞത് സച്ചേട്ടൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സച്ചേങ്കൾ വീട്ടിലേക്ക് വാ, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും വിഷമാവും. പ്ലീസ് അങ്കിൾ, വാ വാ.
അങ്കിൾ. സച്ചേട്ടൻ ഇതുവരെ ദേഷ്യം മാറിയില്ലേ? സച്ചേട്ടൻ പറഞ്ഞിട്ടനുസരിക്കാതെ ഇങ്ങോട്ട് വന്നു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തു. കൂടപ്പിറപ്പിനൊരു പ്രശ്നമുണ്ടെന്നറിയുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനത്തോടെ അവിടെ ഇരിക്കുന്നത്? അനുപേണ്ണെ മാധുര്യം കണ്ട് സംസാരിച്ചാലേ ശരിയാവൂന്ന് എനിക്ക് തോന്നി. അപ്പോ എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നും കണ്ടില്ല സച്ചേട്ടാ. എന്നിട്ട് താൻ ആതിരയോട് സംസാരിച്ചോ? അവൾ എന്തു പറഞ്ഞു? സന്ദീപിനെ വേണ്ടെന്ന് തന്നെയാണോ അവള് പറയുന്നത്? കാര്യങ്ങള് നമ്മൾ കരുതുന്ന പോലൊന്നുമല്ല സച്ചേട്ടാ. അവള് സന്ദീപിനെ വേണ്ടെന്ന് പറഞ്ഞതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ആ കാരണം താൻ ചോദിച്ചില്ലേ? അതെന്ത് കാരണമായാലും നമുക്ക് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ കരയുമ്പോ അർച്ചനയാണെങ്കിൽ നിന്നെ സമാധാനിപ്പിക്കും. പക്ഷേ ഈ അവന്തിക ചേച്ചി കൊന്നുകളയും. ഞാൻ കൊല്ലും എന്ന് പറഞ്ഞത് നിന്നെയല്ല, നിന്റെ ചേച്ചിയെ. താനെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്ത് കാരണം കൊണ്ടാ ആതിര അങ്ങനെ പറഞ്ഞേ? അത് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ രണ്ട് വീട്ടുകാരും തമ്മിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതി അപ്പ അങ്ങനെ പറഞ്ഞു എന്നാ അവൾ പറഞ്ഞത്. പിന്നെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്താ? ഞങ്ങളെപ്പോലുള്ള സാധാരണ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അമ്മയുടെ കരച്ചില്, അച്ഛൻ്റെ ആത്മഹത്യ ഭീഷണി, ഏട്ടൻ്റെ തല്ല് എല്ലാം കൂടി ആയപ്പോ അവൾക്ക് സമനില തെറ്റിക്കാണും. അതിപ്പോ അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റുമോ? അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോ സന്ദീപ് തെറ്റുകാരൻ തന്നെയാ. ശരി, ആതിരയുടെ ഇപ്പോഴത്തെ നിലപാടെന്താ? അവള് സന്ദീപിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അവര് തമ്മിലാണ് ഒന്നിക്കേണ്ടത്. ആ സ്നേഹത്തിൽ ആതിര ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനിയും അതേക്കുറിച്ച് ആലോചിക്കാം. പക്ഷേ ഇപ്പോഴെനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലെന്നുള്ളതാ സത്യം. സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി ഒരു പെണ്ണ് തൂങ്ങിച്ചാകാൻ തുടങ്ങിയ അവൾക്ക് അവനോട് എന്തുമാത്രം സ്നേഹം ഉള്ളതുണ്ടാവും. അതെ സച്ചേട്ടാ, സന്ദീപിനെ കിട്ടില്ല എന്നൊരവസ്ഥ വന്നപ്പോ ആത്മഹത്യ ചെയ്യാനൊരുങ്ങി എന്റെ അനിയത്തി. അതുകൊണ്ടാ അവള് സന്ദീപിനെ തള്ളി പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം വരാത്തത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാനും ആതിരയും പിരിയേണ്ട ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ ഒരു തലവിധിയാണ് ഈശ്വരനെ എനിക്കായി കരുതി വച്ചിരിക്കുന്നതെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ഞങ്ങൾ ഒരുമിച്ച് മരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും സ്നേഹിക്കുന്ന രണ്ടുപേരെ നമ്മൾ എങ്ങനെയാ കണ്ടില്ല എന്നടിക്കുന്നേ? ഞാൻ ഇവിടെ ഉള്ളവർക്ക് വാക്കു കൊടുത്തു, സന്ദീപിനെ കൊണ്ട് ആതിരെ വിവാഹം കഴിപ്പിക്കുമെന്ന്. എങ്ങനെയും എനിക്കത് നടത്തിയേ പറ്റൂ. അർച്ചന, താൻ എന്തൊക്കെയാ പറയുന്നേ? അതത്ര എളുപ്പം പറ്റുന്ന കാര്യമാണോ? അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ സന്ദീപിനെ ആദരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഏത് വിധേനയും അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അതിന് സച്ചേട്ടൻ എന്നോടൊപ്പം നിൽക്കണം. അച്ഛന് കാര്യങ്ങൾ മനസ്സിലായേനെ, ഇത് നടത്തി തരികയും ചെയ്തേനെ. നേരത്തെ ആയിരുന്നെങ്കിൽ ഇതിപ്പോ ഇനി എങ്ങനെയാ? ഒന്നു മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് കിട്ടിയില്ല. സച്ചേട്ടനും ആഗ്രഹിച്ചത് ഇതല്ലെന്ന് പറയുന്നു. അങ്ങനെയുള്ള നമ്മളെ ഒന്നിപ്പിച്ച ഈശ്വരവിധി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവർക്കൂടെ കിട്ടണ്ടേ? അവന്തിയടുത്തയുടെ ജീവിതം ഇങ്ങനെയായി. നമ്മുടേത് വേറൊരു തരത്തില് പരസ്പര ഇഷ്ടത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന രണ്ടുപേരെങ്കിലും വേണ്ട സച്ചേട്ടാ നെല്ലിശ്ശേരിയില്. കുറച്ചുനാൾ കഴിഞ്ഞ്
ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്രയെങ്കിലും ചെയ്ത സമാധാനത്തോടെ എനിക്ക് ഇറങ്ങി പോരാലോ. മാത്രമല്ല, ജീവിത അവസാനം വരെ അവിടെ ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്കതിന് കഴിയില്ലല്ലോ. പക്ഷേ ആതിരയ്ക്ക് കഴിയും. കാരണം സന്ദീപിന് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു ചേച്ചി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആതിരയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സന്ദീപിനെ കൊടുത്ത് ആ കടം വീട്ടണം എനിക്ക്. അതിന് ഞാൻ ഏതറ്റം വരെയും പോവും, എന്തും ചെയ്യും.